സ്തുതിക്കുന്നേ, ഞങ്ങൾ പുകഴ്ത്തുന്നേ, ആരാധിക്കുന്നേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാലൻ മരിയ മാക്സിൻ. ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ സ്കൂൾ ഒന്ന് പരിചയപ്പെടുത്താൻ. എന്ന് നമുക്ക് പോകാം. വിദ്യാഭ്യാസം എന്നത് കേവലം അറിവ് നേടുകയല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും സമഗ്രമായ പുരോഗതിയുടെയും വളർച്ചയുടെയും ഭാഗമാണ്. ആ ലക്ഷ്യത്തോടുള്ള യാത്രയുടെ ഭാഗമായി സെന്റ് മേരീസ് വെട്ടുകാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ ഒത്തുചേരലാണ് 2023-24 ഏപ്രിൽ 19 വരെ 21 വരെ നടത്തിയ സമ്മർ ഫൺ ക്യാമ്പ്. അവധിക്കാലത്തിന്റെ മനോഹരതയോടൊപ്പം നല്ല ഓർമ്മകൾ വാർത്തെടുക്കുകയും കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയായിരുന്നു സമ്മർ ഫൺ ക്യാമ്പ്. 5 ദിവസം നീണ്ടുന്ന ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്നത്തെ ഇടവക വികാരിയും സ്കൂൾ മാനേജറുമായിരുന്ന റവറൻ ഡോക്ടർ ജോർജ് ഗോമസ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് HM ശ്രീ രാജു വി അവർകളാണ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും ചെയ്തത്. യോഗ, നൃത്തം, കല, കായികം, ശാസ്ത്രം, സാങ്കേതികം എന്നീ മേഖലകളിലൂന്നിയ പ്രവർത്തനങ്ങളായിരുന്നു സമ്മർ ഫൺ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ മേഖലയിലും പ്രമുഖരായ അധ്യാപകരുടെ സാന്നിധ്യം, പരിശീലനവും സമ്മർ ഫൺ ക്യാമ്പിന്റെ പൊലിമ വർദ്ധിക്കുകയുണ്ടായി. കുട്ടികളുടെ നിറസാന്നിധ്യവും ആവേശത്തോടുള്ള പങ്കാളിത്തവും ക്യാമ്പിന്റെ വിജയത്തിന്റെ മാറ്റുകൂട്ടായി. റോക്കറ്റ് വിക്ഷേപണം പോലെയുള്ള ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ശാസ്ത്രത്തോടുള്ള കുട്ടികളുടെ താല്പര്യവും അഭിരുചിയും കൗതുകവും രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ചിത്രരചന, നൃത്തം, സർഗാത്മക ശേഷിയിലൂന്നിയ കലാനിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ സമ്മർ ഫൺ ക്യാമ്പിന്റെ വർണ്ണോജ്വലമായ ഒരു പ്രത്യേകതയായിരുന്നു. NCC നേവൽ യൂണിറ്റിന്റെ 2021-23 ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഏപ്രിൽ 28 നടത്തുകയുണ്ടായി. ലഫ്റ്റനന്റ് എക്സോ കമാൻഡർ ഓഫീസർ നിർമ്മൽ അബ്രഹാം സല്യൂട്ട് സ്വീകരിച്ചു. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചെന്നും തുങ്കമാം വനച്ചോട്ടിലാണെന്റെ വിദ്യാലയം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ പ്രഥമ കേന്ദ്രമാണ് വിദ്യാലയം എന്ന ഉണർത്തുപാട്ടാണ് ഓരോ പ്രവേശനോത്സവവും. അങ്ങനെയിരിക്കെ 2023 ജൂൺ 1 സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഒരു ഉത്സവം തന്നെയായിരുന്നു. വർണ്ണങ്ങളാലും അലങ്കാരങ്ങളാലും മനോഹരിയായ സ്കൂൾ മുത്തശ്ശി പുതിയ കുരുന്നുകളെ ഉജ്ജ്വലയായി സ്വീകരിച്ചു. വലിയതുറ ജനമൈത്രി പോലീസ് ഓഫീസർ ACP പൃഥ്വിരാജ് സാർ പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അക്കം അക്ഷരം ആനന്ദം എന്ന വ്യത്യസ്തമായ പരിപാടിയിലൂടെ കുരുന്നുകളുടെ അറിവിന്റെ ലോകത്തേക്ക് കുട ചൂടി. ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് പ്രവേശനോത്സവത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി. സ്കൂൾ മാനേജർ, PTA കൗൺസിൽ മെമ്പേഴ്സ്, പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് എന്നിവരുടെ സാന്നിധ്യം പ്രവേശനോത്സവത്തെ നിറച്ചാർത്തേകി. പുതിയ കുരുന്നുകൾക്ക് സ്കൂൾ ബാഗും മറ്റ് പഠനോപകരണവും നൽകി അവരെ സ്വീകരിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. PTA പ്രസിഡന്റ് അധ്യക്ഷതയിൽ പ്രത്യേക അസംബ്ലിയും വൃക്ഷത്തൈ നടലും നടത്തുകയുണ്ടായി. ഓരോ ക്ലാസ് അധ്യാപകരും കുട്ടികളും ചേർത്ത് സ്കൂൾ പരിസരത്തും ശാരീരിക വൈകല്യം മൂലം വീടുകളിൽ കഴിയുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരെ കൊണ്ട് പള്ളി പരിസരത്തും വൃക്ഷത്തൈ നട്ടു. NCC കേഡറ്റ്സിന്റെ
നേതൃത്വത്തിൽ സൈക്കിൾ റാലിയും തെരുവീതികളിൽ വൃക്ഷത്തൈ നടലും നടത്തുകയുണ്ടായി. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ. ഈ പാരമ്പര്യം 1000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ദേശീയ തലത്തിൽ തന്നെ ആഘോഷിക്കുന്ന യോഗാ ദിനത്തിൽ നമ്മുടെ സ്കൂളിന്റെ NCC കേഡറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ള യോഗ പരിശീലനം, പ്രത്യേക അസംബ്ലിയും യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിച്ചും NCC നേവൽ കേഡറ്റ്സിന്റെ യോഗ ഡാൻസും നടത്തുകയുണ്ടായി. ലഹരി ഒരു മഹാവിപത്ത്. ഇന്ന് ലഹരി ലോകത്തെ കീഴടക്കുന്നു. ലഹരിയെ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ കുട്ടികളെയും ലോകത്തെയും അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി NCC എയർ വിംഗ്, NCC നേവൽ വിംഗ്, റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് എന്നീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലിയും ഫ്ലാഷ് മോബും സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 നടത്തുകയുണ്ടായി. ചേച്ചി, ഹായ് മോളെ. നമ്മുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? യൂണിറ്റ് ടെസ്റ്റുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും കൗൺസിലിംഗും എക്സിബിഷനും ഒക്കെ നടത്തുന്നത് അതിനു വേണ്ടിയല്ലേ? അപ്പോ നമ്മുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനാണോ സ്കൂൾ കലോത്സവം നടന്നത്? അതേ മോളെ. മോള് നേരെ കഴിച്ചായിരുന്നോ? കഴിച്ചു. വെള്ളം കുടിച്ചായിരുന്നോ? ഇല്ല, കൊണ്ടുവന്നില്ല. ചേച്ചി എത്തണം. വിദ്യാർത്ഥികളിലെ കലാപരവും സാംസ്കാരികവുമായ മികവ് പ്രകടമാക്കുന്നതിനായി ജൂൺ 26, 27 ദിനങ്ങളിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി. വിദ്യാർത്ഥികളിലെ കായികപരമായ കഴിവുകൾ തെളിയിക്കുന്നതിനായി സെപ്റ്റംബർ 19, 20 തീയതികളിൽ സ്പോർട്സ് ഡേ നടത്തുകയുണ്ടായി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകി ആദരിക്കുകയുണ്ടായി. മൊബൈൽ ആപ്പ്, റോബോട്ടിക്സ്, വീഡിയോ ആനിമേഷൻ, ഇന്റർനെറ്റ്, സ്ക്രാച്ച് എന്നീ ആപ്ലിക്കേഷനുകളെ കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് പ്രിലിമിനറി ക്യാമ്പ് 7/7/2023 രണ്ടാമത്തെ ക്യാമ്പ് 2/9/2023 നമ്മുടെ സ്കൂളിൽ വച്ച് നടത്തുകയുണ്ടായി. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ രാജ്യത്തിന്റെ മൺതരികളിൽ നിന്ന് അഹിംസയിലൂടെയും സമരത്തിലൂടെയും ആട്ടിയൊട്ടിച്ച് മഹത്തായ പാരമ്പര്യം പേറിയവരാണ് ഓരോ ഇന്ത്യക്കാരനും എന്ന അഭിമാന പുരസ്സരം ഏറ്റുപറയുന്നതാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. 2023 ഓഗസ്റ്റ് 10 തീയതി മുതൽ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്ക് നമ്മുടെ സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യദിന ക്യൂസ്, ചിത്രരചന, ഉപന്യാസ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15 പുലർച്ചെ തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കൊടിമരത്തിൽ സ്കൂൾ മാനേജറും ഇടവ വികാരി അച്ഛനുമായ റവറൻഡ് ഡോക്ടർ എഡിസൺ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ ആഘോഷ കാര്യപരിപാടികളോടൊപ്പം സ്വാതന്ത്ര്യ ദിനാഘോഷം സമാപിച്ചു. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. കാണം വെച്ച് ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. ഐശ്വര്യത്തിന്റെയും സമ്പൽസമൃദ്ധിയുടെയും പ്രതീകമായ ഓണത്തെ നാം മലയാളികൾ വളരെ ആവേശത്തോടെയാണ് എതിരേൽക്കുന്നത്. നമ്മുടെ സ്കൂളിലും ഓഗസ്റ്റ് 25 ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത്തപ്പൂക്കളും ഊഞ്ഞാലും ഓണക്കളികളും ഓണപ്പാട്ടും പിന്നെ ഓണസദ്യയും നമ്മുടെ സ്കൂളിലെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടിയ ഇനങ്ങളായിരുന്നു.
ഓണാഘോഷത്തെ വർണ്ണാഭമാക്കുന്ന മെഗാ തിരുവാതിരയും വടംവലിയും പ്രത്യേക ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായി പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പേന, ഒരു പുസ്തകം, ഇവയ്ക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായിട്ടാണല്ലോ ആചരിക്കുന്നത്. അന്നേ ദിവസം വിദ്യാർത്ഥികൾ അധ്യാപകരെ പൂക്കൾ നൽകുകയും ഗുരുവന്ദനം ചെയ്തും ആദരിക്കുകയും പ്രത്യേക അസംബ്ലി സംഘടിപ്പിക്കുകയും കുട്ടി അധ്യാപകരുടെ ക്ലാസ് എടുക്കുകയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സിൻസൺ ആയിരുന്നു ഹെഡ് മാസ്റ്റർ. ഒപ്പം റിട്ടയർഡ് അധ്യാപകരുടെ സാന്നിധ്യം ആ ദിനത്തെ കൂടുതൽ വർണ്ണാഭമാക്കി തീർത്തു. നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയോടുള്ള ഭാഷാ സ്നേഹം താല്പര്യവും കുട്ടികളിൽ വളർത്തുന്നതിന് സെപ്റ്റംബർ 14 ഹിന്ദി ഡേ ആയി ആചരിച്ചു. അന്നേ ദിവസം നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന അവാർഡ് ജേതാവുമായ കൃഷി ഓഫീസർ ജോസഫ് ജെഫിൻ ജെഫ്രിയെ ആദരിക്കുകയും ചെയ്തു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളാണല്ലോ ക്രിസ്മസ് എന്നത്. ലോകരക്ഷകനായ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായപ്പോൾ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് ഡിസംബർ 1-ാം തീയതി മുതൽ പ്രവേശന കവാടത്തിൽ നക്ഷത്രം തെളിയിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളും ക്രിസ്മസിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. 2023 ഡിസംബർ 22-ന് പ്രത്യേക അസംബ്ലിയോടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള യേശു ക്രിസ്തുവിന്റെ ജനനം വിദ്യാർത്ഥികളുടെ സഹായത്തോടെ പുനരാവിഷ്കരിച്ചു. പരിപാടിയുടെ മുഖ്യ അതിഥിയും പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ മൈക്കൽ ബെനഡി കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും തുടർന്ന് കുട്ടികൾക്ക് കേക്ക് വിതരണം ചെയ്യുകയും കരോൾ ഗാനം, നൃത്തമാമാങ്കങ്ങൾ എന്നിവയോടെ ആഘോഷങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ സ്കൂൾ ഇഷ്ടമായി കാണില്ലേ സീന? പിന്നെ ഇഷ്ടപ്പെടാതെ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ഈ വീഡിയോ പ്രസന്റേഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനായി ഞാൻ നിഹാരാജ്, ഞാൻ സീന മാർഷൽ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഷാലിനോടൊപ്പം നിർത്തുന്നു. നന്ദി, നമസ്കാരം.